അക്ബർ സാഹിബിനു എല്ലാവർക്കും അറിയാം. മലയാളികൾക്ക് കേരളത്തിലെ സക്കീർ നായിക് ആകാനും കേരളത്തിൽ നിന്ന് ഏകദേശം 177 പേരെ, അത് ക്രിസ്ത്യൻ മതത്തിലും ഹിന്ദു മതത്തിലുള്ള പെൺകുട്ടികളെ ഈ പറയുന്ന തീവ്രവാദികളെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് മറ്റേ കല്ലറങ്ങാട്ട് പിതാവ് മെത്രാൻ പറഞ്ഞ രീതിയിൽ അവരെ പിന്നീട് ക്യാമ്പുകളിൽ കൊണ്ടുപോയിട്ട് അഫ്ഗാനിസ്ഥാനിലും സിറിയയിലൊക്കെ ബോംബ് പൊട്ടിക്കുന്നതിൻ്റെ പ്രധാന കാരണക്കാരനാണ് ഇയാൾ. അതിൻ്റെ പേരിൽ തന്നെയാണ് ഇയാൾക്കെതിരെ NIA കേസും ഒക്കെ ഉണ്ടായത്. അത് മറക്കരുത്. അതായത് കേരളത്തിലെ സക്കീർ നായിക് യഥാർത്ഥത്തിൽ അക്ബറാണ്. അപ്പോൾ ഇയാൾക്ക് ഭയങ്കര വലിയൊരു ഫാൻ ബേസ് ഉണ്ട്. കേരളത്തിലുമുണ്ട്, അതേപോലെ മിഡിൽ ഈസ്റ്റിലുമുണ്ട്. പ്രത്യേകിച്ച് ആ ഭാഗത്തുള്ളവരും ഇയാളെ അനുകൂലിക്കുന്നവരും ഈ ഇസ്ലാമിക രാജ്യം വേണമെന്ന് പറയുന്നവരും. ഈ അടുത്ത സമയത്ത് ഇപ്പോൾ തിരുവനന്തപുരത്ത് ആശ്രമത്തിലുള്ള സന്ദീപാനന്ദഗിരി, ചില കാര്യങ്ങൾ ഞാൻ അദ്ദേഹത്തോട് യോജിക്കുന്നില്ല, പക്ഷേ അയാളൊരു ജെന്റിൽമാൻ എന്നുള്ള കാര്യത്തിൽ സന്ദീപാനന്ദഗിരിയെ സമ്മതിച്ചു കൊടുക്കാം. വളരെ മാന്യനായ വ്യക്തിയാണ്. അപ്പം അദ്ദേഹത്തെ വളരെ അപഹേളിച്ചുകൊണ്ട് നേരത്തെ ഇദ്ദേഹം ഒരു കത്ത് കൊടുത്തു. കാരണം അദ്ദേഹം വന്ന ശേഷം അമേരിക്കയിൽ നിന്ന്, കാരണം അദ്ദേഹത്തിൻ്റെ വീഡിയോ ഞാൻ കണ്ടു, അമേരിക്കയിൽ നിന്ന് വന്ന ശേഷം ഈ ഹൈന്ദവ വിഗ്രഹ ആരാധനയെപ്പറ്റി അതിഭയങ്കരമായ രീതിയിൽ തെറ്റാണ്, അത് തെറ്റാണ്, ഇത് തെറ്റാണ് എന്നൊക്കെ പറഞ്ഞ് ഇദ്ദേഹം ഒരു നീണ്ട കത്ത് ഈ പറയുന്ന സ്വാമിക്ക് കൊടുക്കുന്നു. അപ്പോൾ അദ്ദേഹം അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ചെയ്തു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണണം. കാരണം ഞാനത് ലിങ്കും പേസ്റ്റും ചെയ്യാത്തതിൻ്റെ കാരണം കോപ്പി റൈറ്റ്സിൻ്റെ പ്രശ്നം ഉണ്ടാകുന്നതിൻ്റെ പേരിലാണ്. എന്താണ് ഈ സ്വാമി പറയുന്നത്? വളരെ പക്വതയായിട്ട്, വളരെ സ്നേഹത്തോടെ, അതായത് തീവ്രവാദ മനസ്സും ഉള്ള ഒരാളോട് ആൾക്കാരെ ISIS വേണ്ടിയും അൽഖയ്ദയ്ക്ക് വേണ്ടി റിക്രൂട്ട് ചെയ്യുന്നൊരു ഫോർമാറ്റിൻ്റെ ആളിനോട് പറയുന്ന സംഭവം നിങ്ങൾ ഒരു ഇന്ത്യക്കാരൻ കണ്ടിരിക്കണം. പ്രത്യേകിച്ച് കേരളത്തിലെ മുസ്ലിം സഹോദരന്മാർ കണ്ടിരിക്കുന്ന വീഡിയോ അത്. അദ്ദേഹം പറയുന്നത്, ഒരു മതനിന്ദ എന്ന് പറയുന്നത് ഏറ്റവും തെറ്റാണ്. മതനിന്ദയാണ് ഏറ്റവും കൂടുതൽ ഈ അക്ബർ ഇത്രയും നാൾ കേരളത്തിലോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. കേരളത്തിലെ ചെറുപ്പക്കാരെ മുഴുവന് ഹമാസിൻ്റെയും അതേപോലെ ഹിസ്ബുള്ളയുടെയും ഈ ഭീകരപ്രവർത്തകരുടെയൊക്കെ സെൻറ്റിമെൻ്റലായിട്ട് അതിനെ അനുകൂലിക്കുന്നവരാക്കിയതിൻ്റെ പ്രധാനപ്പെട്ട ഐഡിയലോഗ് എന്ന് പറയുന്നത് അക്ബറാണ്. അയാൾ പീസ് സ്കൂളിനടുത്ത് നീച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന സംഭവം നടത്തിയത് മറ്റുള്ള മതസ്ഥരെ അടിച്ച് നശിപ്പിക്കുക. ഇതാണ് ഇയാളുടെ ലക്ഷ്യം. ഇത് തന്നെയാണ് ഈ പറയുന്ന സക്കീർ നായിക് നടത്തിക്കൊണ്ടിരുന്നത്. ബേസിക്കലി ഇയാളുടെ ഒരു വീഡിയോ ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇയാളുടെ കുറച്ച് വീഡിയോ കണ്ടു. ഇയാൾക്ക് ഈ പറയുന്ന ഇസ്ലാമിക സംഭവത്തിൽ ഒരു ജ്ഞാനമില്ല. ഇയാളൊരു പക്ക തീവ്രവാദ മനസ്സുള്ള, അതായത് ഡീറാഡിക്കലൈസേഷൻ ചെയ്യേണ്ട ഒരാളാണ് ഇയാൾ. ഇയാൾക്ക് ഇതിനെപ്പറ്റി, മനുഷ്യനെപ്പറ്റി ഒരു കുന്തും ഇയാൾക്ക് അറിയത്തില്ല. ഇയാൾ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് കടലിനടിയിൽ കൂടെ അതിന് പൊട്ടത്തെറ്റ് ഇയാൾ പറയുന്നത് ആൾക്കാരെ കോട്ട് ചെയ്ത്, അതായത് വെറും പച്ച കള്ളം വിളിച്ചു പറയുമോ, എന്നിട്ട് വിക്ടിമിൻ്റെ സ്വഭാവം കാണിക്കുമോ. ആ സന്ദീപാനന്ദഗിരി എന്ന് പറഞ്ഞ അയാൾ ആ സ്വാമി പറയുന്ന ചില വാചകങ്ങൾ കേൾക്കണം. അതായത് മതനിന്ദ, ഇത് ഒരു സമൂഹത്തിന്, ഒരുമിച്ച് ജീവിക്കുന്ന സമൂഹത്തിന് പറ്റത്തില്ല. ഒരു താലിബാൻ രീതിയിലാണ് ഈ പറയുന്ന അക്ബറിൻ്റെ പോക്ക്. ഇവിടെ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കൊണ്ടുവന്നു, അത് ഗവൺമെൻറ് അടപ്പിച്ചു. അതിനകത്ത് എന്താ പഠിപ്പിച്ചത്? മുഴുവൻ ഇസ്ലാമിക തീവ്രവാദമാണ് ഇയാൾ പഠിപ്പിച്ചത്. അതിൻ്റെ പേരിൽ എത്ര കുടുംബങ്ങളാണ് അനാഥമായി പോയത് ആലോചിച്ച് നോക്കുക. ഇയാൾക്ക് ബേസിക്കലി പ്രോപ്പറായിട്ട് ഉത്തരം കൊടുക്കാൻ ഒന്നിനും കഴിയില്ല. അയാൾ സെബാസ്റ്റ്യൻ പുന്നക്കൽ എന്നും പറഞ്ഞുകൊണ്ടൊരു യൂറോപ്പിൽ ജോലി ചെയ്യുന്ന ഒരാൾ, ഞാൻ ഇയാൾ കുറച്ചിരുന്ന് കാണും, വീഡിയോ ഒക്കെ ഉണ്ട്. ഇയാളെ പിടിച്ച് റോസ്റ്റ് ചെയ്യുന്ന കണ്ടോ? ഇയാൾക്ക് ആൻസർ കൊടുക്കാനില്ല. പിന്നീട് മറ്റേ അനിൽകുമാർ അയ്യപ്പൻകുട്ടി ഇയാളെ പിടിച്ച് റോസ്റ്റ് ചെയ്തു. ഇയാൾക്ക് ആൻസർ ഇല്ല അതിനൊന്നും. നമ്മളൊരു ഏകദേശ ധാരണ എടുക്കുക. ഞാൻ ഈ പറയുന്ന മതനിന്ദ എന്ന് പറയുന്നത് ഏറ്റവും ക്രൂരമാണ്. ഇപ്പോഴും ഞാൻ പറയുന്നത്, എന്തൊക്കെയാണെങ്കിലും ഞാൻ ഇവരെ ക്രിട്ടിസൈസ് ചെയ്യുമ്പോഴും
ഇസ്ലാമിക വിശ്വാസികളെയല്ല ഞാൻ ക്രിട്ടിസൈസ് ചെയ്യുന്നത്, ഇസ്ലാമിക തീവ്രവാദികളെയാണ് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ഞാൻ ഒരിക്കലും പ്രോഫറ്റ് മുഹമ്മദ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ ഇവർ പറയുന്ന എത്ര മോശമായ രീതിയിലാണ് പറയുന്നത്. കാരണം ഇയാളെ പഠിപ്പിച്ചു കൊടുത്തേക്കുവാണ്. അതായത് ഒരു കാരണവശാലും ഇന്ത്യക്ക് പറ്റാത്ത ഒരാളാണ് ഇമാം അക്ബർ. അയാൾ ഇവിടുത്തെ ഹൈന്ദവ വിശ്വാസികളുടെയും അവരുടെ വിഗ്രഹ ആരാധനയും ഈ സംഭവത്തെ ഒന്നും ക്രിട്ടിസൈസ് ചെയ്യാനും ഈ ഇന്ത്യയിലെ ക്രൈസ്തവരുടെ വിശ്വാസത്തെ ക്രിട്ടിസൈസ് ഇയാൾക്ക് എന്ത് യോഗ്യതയാണ് ഉള്ളത്? അപ്പം ഇയാൾ ഏത് രീതിയിലാണ് ഇന്ത്യക്കാരനാവുന്നത്? ഇയാൾ വല്ല താലിബാനിലോ ISISലോ പോയി എവിടെ പോയി ഉണ്ടാകേണ്ട ഒരാൾ ഇവിടെ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടി മാത്രം, അതായത് ഇവിടുത്തെ സമൂഹത്തെ തമ്മിലടിപ്പിച്ച് വർഗീയതയും പ്രകോപനപരമായ സംഭവങ്ങളും ഉണ്ടാക്കി ഇതിനെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് ഇയാളുടെ ലക്ഷ്യം. ഞാനിത് ഇയാളെ പറ്റി ശരിക്കും പഠിച്ചിട്ടാണ് പറയുന്നത്. ഇയാൾ സ്കോളറൊന്നുമല്ല, ഈസ് നോട്ട് എറ്റ് ഓൾ എ സ്കോളർ. ബേസിക്കലി തമ്മിലടിപ്പിക്കുക, ബഹളം ഉണ്ടാക്കുക, കലാപം ഉണ്ടാക്കുക, ആൾക്കാരെ റിക്രൂട്ട് ചെയ്ത് സ്വയമായിട്ട് ബോംബ് പൊട്ടിക്കാൻ വേണ്ടി അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും പറഞ്ഞു വിടും. ഇതാണ് ഇയാളുടെ ഏറ്റവും ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. അതായത് പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ എക്സാക്റ്റ് സാധനമാണ് ഇയാൾ, അതിൻ്റെ എക്സാക്റ്റ് ഐഡിയോളോഗാണ്. ഇയാൾക്ക് ചില കാര്യങ്ങളൊക്കെ ഈ അനിൽ എന്ന് പറയുന്ന വേറൊരാൾ, ഈ അയ്യപ്പൻ കൂട്ടി, മറ്റേ പല ആൾക്കാരും, അവർക്കൊന്നും ഒരു ഉത്തരവും കൊടുക്കാൻ ഇയാളെ കൊണ്ട് കഴിയുന്നില്ല. ഇയാൾ ഒരു സമയത്ത് ആൾക്കാരെ വിളിച്ചിരുത്തിയിട്ട്, അച്ഛന്മാരെ അവരെ വിളിച്ചിരുത്തിയിട്ട് അവരെ അങ്ങ് ബുൾഡോസ് ചെയ്യുന്ന പരിപാടിയായിരുന്നു. പിന്നീട് തിരിച്ചടി കിട്ടിക്കഴിഞ്ഞപ്പോൾ ഇയാൾ ഷെഡിൽ കയറി വീണ്ടും പല യൂട്യൂബായിട്ട് ഇപ്പോൾ ഹിന്ദുക്കളുടെ നേരെ തിരിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കറക്റ്റ് മറുപടി ഈ പറയുന്ന സന്ദീപാനന്ദഗിരി കൊടുത്തു കഴിഞ്ഞപ്പോൾ അതിൻ്റെ അടിയിലെ കമൻറ്റുകൾ കണ്ടേ ഏറ്റവും കൂടുതൽ ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് ഇസ്ലാമിക വിശ്വാസികൾ സന്ദീപാനന്ദഗിരിയെ സപ്പോർട്ട് ചെയ്യുന്നത്. മാറ്റമാണ് ഈ സംഭവം. കാരണം അവർക്ക് മനസ്സിലായി ഇയാളൊരു കാപാലികനാണ്. കാരണം ഇയാൾ ഇന്ത്യക്ക് പറ്റിയ ഒരാളല്ല. ഇന്ത്യയിൽ സമാധാനമായിട്ട് ജീവിക്കുന്ന ജനങ്ങളെ തമ്മിലടിപ്പിക്കാൻ കേരളത്തിൽ ഇത്രമാത്രം വർഗീയ വിഷം, തീവ്രവാദ വിഷം കുത്തിക്കേറ്റിയ മനുഷ്യനാണ് ഇയാൾ. എന്താണിത് സക്കീർ നായിക്കിന് ലോകത്തെവിടെയും പോകാൻ പറ്റാത്ത സ്ഥിതിയാക്കി മാറ്റി. അതിനേക്കാളും കഷ്ടമായിട്ട് ഇയാൾക്കൊണ്ട് ഞാനൊരു കാര്യം, ഇത് കൺക്ലൂഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം പറയാം. നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത്, നമുക്ക് ആൾക്കാരെ വിമർശിക്കാം. എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, നിങ്ങൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. മതവിശ്വാസങ്ങളെ വിമർശിക്കാം, അതിൻ്റെ തെറ്റായ പോക്കുകളിലെ റിച്വൽസിനെ വിമർശിക്കാം. പക്ഷേ അവരുടെ ആചാര അനുഷ്ഠാനങ്ങൾ അതിനെ വളരെ നിന്ദിച്ച് മതനിന്ദ നടത്തുന്ന ഒരു ക്രൂരതയാണ് ഈ ഇമാം അക്ബർ നടത്തിയിരിക്കുന്നത്. അത് ക്രിസ്ത്യൻസിനോടാണെങ്കിലും ഹിന്ദുസിനോടാണ്. കാരണം ഒരു ലൈൻ എടുത്താണ് സന്ദീപാനന്ദഗിരി പറയുന്നത്. ഇപ്പോഴെങ്കിലും ഈ സന്ദീപാനന്ദഗിരിക്ക് മനസ്സിലായല്ലോ, അയാൾ ഇത്രയും നാളും ഈ സ്വാമി ഇത്രയും നാളും പറഞ്ഞത് പലതും തെറ്റായിരുന്നു. കാരണം ഇപ്പുറത്ത് കുമിഞ്ഞുകൂടുന്ന ഒരു വർഗീയ വിഷമുണ്ട്. ആ വിഷത്തെപ്പറ്റി പുള്ളി വളരെ നല്ല ഭാഷയിൽ, സ്നേഹത്തിൻ്റെ ഭാഷയിൽ പുള്ളി അവതരിപ്പിച്ചു കഴിഞ്ഞപ്പോൾ അപ്പം ഈ പറയുന്ന സ്വാമിക്കും പിടികിട്ടിക്കാണും സംഭവത്തിൻ്റെ പോക്ക് അത്ര ശരിയല്ല. ഇത് ഡെലിബറേറ്റ് അറ്റംപ്റ്റ് ആയിട്ട് കേരളത്തെയും ഇന്ത്യയും നശിപ്പിക്കാൻ ഇറങ്ങി തിരിച്ചവരാണ് ഇവർ. ഞാൻ അവസാനം എൻ്റെ കൺക്ലൂഡിങ് പാർട്ട് ഒരു കാര്യം പറയാം. ഈ എം അക്ബർ ഈ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ ഈ ഫാനുകളൊന്നും അയാളെ തടഞ്ഞ് അയാളുടെ വർത്തമാനവും വാചകവും ഇതേപോലെ മതനിന്ദ നടത്താൻ ഉദ്ദേശിക്കുകയാണെങ്കിൽ, അദ്ദേഹം ഇസ്ലാമിക തീവ്രവാദി, ഇസ്ലാമിക പണ്ഡിതനെന്നൊക്കെയല്ലേ പറയുന്നത്. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ മനസ്സിലാക്കിയതാണ് PFI നേതാക്കളും അതിൻ്റെ ഇസ്ലാമിക തീവ്രവാദ നേതാക്കളും എന്താണ് തിഹാർ ജയിലിൽ ചെയ്യുന്നത്, ജയിൽ നമ്പർ 1-ലും ജയിൽ നമ്പർ 4-ലും എന്താണ് ദാസന ജയിലിൽ ചെയ്യുന്നത് ഞാൻ കണ്ടതല്ല, ഞാൻ വളരെ കൃത്യമായിട്ട് അറിഞ്ഞത്. എന്താണ് അവർ ചെയ്യുന്നത് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞു. രാവിലെ വിപാസന, ഈ എം അക്ബറും ഈ തിഹാറിൽ പോയി രാവിലെ വിപാസന ചെയ്യേണ്ടി വരും. ബുദ്ധിസ്റ്റായിട്ട് യോഗ ചെയ്യേണ്ടി വരും. ചിലപ്പോൾ അവിടെ ഇതിനകത്ത് അമ്പലമുണ്ട് തിഹാർ ജയിലിനകത്ത്.
ഈ അമ്പലത്തിൻ്റെ ചുറ്റുപാട് മുഴുവൻ ക്ലീൻ ചെയ്യേണ്ട ജോലി തരും. അത് വേണോ? അതും മര്യാദയ്ക്ക് ഒരു ഇന്ത്യക്കാരനായിട്ട് മര്യാദയ്ക്ക് ജീവിക്കണം? ഈ ചോദ്യമാണ്. ഒരു കാരണവശാലും ഇന്ത്യ ഭരിക്കുന്ന ഗവൺമെൻറ് എം അക്ബറിനെ വെറുതെ വിടുത്തൊന്നുമില്ല. കാരണം നിങ്ങൾ ട്രയൽ നേരിടുകയാണ്. നിങ്ങൾക്കെതിരെയുള്ള ആൻറ്റി ഇന്ത്യൻ ആക്ടിവിറ്റീസാണ്. അതായത് നിങ്ങളെ എങ്ങനെ വെറുതെ വിടാനും ഉദ്ദേശിക്കത്തില്ല ഗവൺമെൻറ് ഓഫ് ഇന്ത്യ. അപ്പോൾ അവിടെ പിന്നെ അറസ്റ്റ് ചെയ്ത് എവിടെ പോയി കഴിഞ്ഞാൽ, ഈ തിഹാറിൽ പോയി കഴിഞ്ഞാൽ രാവിലെ ചെയ്യേണ്ടത് വിപാസനയാണ്. താങ്കൾക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. രണ്ടാമത് ചെയ്യുന്നത് യോഗ. പിന്നെ അതിന് ചുറ്റും ജയ് ശ്രീറാം വിളിച്ചുകൊണ്ട് അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കണം. അത് തന്നെ കൊണ്ട് നിങ്ങളെ കൊണ്ട് മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കും അത് പറയാൻ. ജയില. അപ്പം കാര്യങ്ങൾ മനസ്സിലാക്കുക. അതായത് താങ്കൾ വളരെ ആലോചിച്ച് മുന്നോട്ട് പോവുക. താങ്കൾ ഉദ്ദേശിക്കുന്ന രീതിയിലൊന്നും അല്ല അക്ബറെ ഈ ഇന്ത്യ എന്ന് പറഞ്ഞ രാജ്യം പോകുന്നത്. താങ്കളുടെ മകനെയൊക്കെ കല്യാണം കഴിച്ച് കാനഡയിലാക്കിയിട്ട് ഈ പാവം പിടിച്ച മുസ്ലിം പിള്ളേരെ മുഴുവനും ISIS അവിടെ വിടാൻ അത്ര ശ്രമിച്ച ആളാണ് താങ്കൾ. അതല്ല യാഥാർത്ഥ്യം. ഇതിന് അറുതി ഉണ്ടായേ മതിയാകും. താങ്കളെ എല്ലാവരും ശ്രദ്ധിക്കുന്നുണ്ട്. താങ്കളുടെ കേസൊക്കെ അന്വേഷിക്കുന്ന ഓഫീഷ്യൽസ് എന്നോട് സംസാരിച്ചിട്ടുണ്ട്. എന്തായിരിക്കും താങ്കളുടെ, കാരണം താങ്കളുടെ എല്ലാ മൂവ്മെൻറ്റും മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഒരു പരിധി വരെ വിട്ടേക്കുവാണ്. കുറച്ചും കൂടെ ഒന്ന് പിടിച്ചെടുത്ത് അകത്ത് അങ്ങ് കൊണ്ടുപോകാൻ വേണ്ടിയാണ്. കാര്യം വളരെ സീരിയസ് ആണ്. തിഹാറിൽ പോയി രാവിലെ നാമജപം ചൊല്ലണോ? ചോദ്യമാണ്. അല്ലെങ്കിൽ വിപാസന ചെയ്യണോ? യോഗ ചെയ്യണോ? അതിൻ്റെ ചുറ്റും ജയ് ശ്രീറാം വിളിച്ച് നടക്കണോ? അതോ കോഴിക്കോട് വീട്ടിൽ മര്യാദയ്ക്ക് കാര്യങ്ങളൊക്കെ അറിഞ്ഞ് ഇന്ത്യക്കാരനായിട്ട് ജീവിക്കണോ? താങ്കൾക്ക് തീരുമാനിക്കാം. ഇത് എൻ്റെ ഒരു ഓപ്ഷൻ. ഞാനിത് താങ്കളോട് പറഞ്ഞതേ ഉള്ളൂ. കാരണം ആ വീഡിയോ എല്ലാം കണ്ടിട്ട്, താങ്കളുടെ പ്രവൃത്തിയും മറ്റുള്ള വീഡിയോയും യൂട്യൂബ് വീഡിയോ എല്ലാം കണ്ടിട്ട് എനിക്ക് തോന്നുന്നു അതിരാവിലെ എണീച്ച് 5 മണിക്ക് ഈ പോക്ക് പോവുകയാണെങ്കിൽ അതിരാവിലെ എണീച്ച് 5 മണിക്ക് ജപവും മന്ത്രവും ചൊല്ലേണ്ട ഗതികേടിലോട്ടാണ് താങ്കൾ പോകുന്നത്. അത് താങ്കൾക്ക് അറിഞ്ഞിരുന്നാൽ താങ്കൾക്ക് പോവാം. ഈ പറയുന്നത് ഒരു റിക്വസ്റ്റാണ്, പക്ഷേ ഇത് മാൻഡേറ്ററി അല്ല. ഈ ചാനൽ പൂർണ്ണമായിട്ട് ഫ്രീ ആയിരിക്കും. പക്ഷെ നിങ്ങൾക്കറിയാം ഈ യൂട്യൂബ് ഗൂഗിളിൽ നിന്ന് കിട്ടുന്നത്, അത് ഒരു പരിധി വരെ അതിനകത്ത് ഇതിൻ്റെ എക്സ്പെൻസുമായിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുകയുള്ളൂ. അപ്പം ഇതിൻ്റെ താഴെ ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ ബാങ്ക് ഡീറ്റെയിൽസും കറണ്ട് അക്കൗണ്ടാണ് പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ വീഡിയോയിൽ ഇതിൻ്റെ സ്കാനറുണ്ട്. അപ്പം നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് അത് കോൺട്രിബ്യൂട്ട് ചെയ്യാം. മേക്ക് ഇറ്റ് ക്ലിയർ, ഇത് കംപ്ലീറ്റ്ലി ഫ്രീ ആയിരിക്കും. കുറച്ച് എക്സ്പാൻഷൻ പ്ലാനുകളൊക്കെ ഉണ്ട്. നല്ല മാൻ പവർ വേണം, കുറച്ച് കൂടുതൽ നല്ല ടെക്നോളജി വേണം. അതിനൊക്കെ സ്പെൻഡ് ചെയ്യണം. കാരണം ആൾക്കാരുടെ വ്യൂസ് കൂടുന്നുണ്ട്. നിങ്ങൾക്കറിയാം എനിക്ക് ഈ പറയുന്ന ഒരു വലിയ സബ്സ്ക്രിപ്ഷനൊന്നുമില്ല. സഹകരിക്കാൻ താല്പര്യമുള്ളവർക്ക് സഹകരിക്കാം. ഒരു കാരണവശാലും ഇത് നിർബന്ധമോ മാൻഡേറ്ററി അങ്ങനെ ഒന്നും തന്നെയല്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളത് മാത്രം വിശ്വസിക്കുന്ന നിങ്ങൾ ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമെന്ന്.